ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ചെറിയ പൂക്കുലലേഹത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായത് ചെറിയ ഉള്ളി കുറച്ചെടുത്തു, അതുപോലെ മധുരത്തിന് ശർക്കരയും ഈത്തപ്പഴവും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം എടുത്തുകൊണ്ട് കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും എടുത്തു. പിന്നെ നമ്മൾ പൂക്കുലേനെ നമ്മൾ കുക്കറിൽ വേവിക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിൽ വേവിക്കുക എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പൂക്കുല കുക്കറിലേക്ക് വെട്ടിയിടുമ്പോഴാണ് അറിയുന്നത് അതിന് കുറച്ചൊരു മൂപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വെട്ടിയിട്ടതിനെ മൊത്തം ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇച്ചിരി പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അങ്ങനെ അരച്ചെടുത്തതിന് നമ്മൾ പിന്നെയാണ് നമ്മൾ കുക്കറിൽ വേവിച്ചത് കേട്ടോ. അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് കുക്കറിലാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഈത്തപ്പഴവും പിന്നെ വെളുത്തുള്ളി അതെല്ലാം ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ ഉലുവയും അതുപോലെ ഒരു ടീസ്പൂൺ, ആ എടുത്ത ചെറിയ ടീസ്പൂൺ തന്നെ കുറച്ച് ഉലുവയും, പിന്നെ ശകലം ഉപ്പും ഇട്ടു. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പിട്ടു. ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ടാണ് അങ്ങനെ വെട്ടിയിട്ടത് കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചു. ഇങ്ങനത്തെയൊക്കെ 3 വിസിൽ വന്ന് നല്ല ചൂടാറണമായിരുന്നു. അപ്പം ചൂടാറണം 3 വിസിൽ വെച്ചു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൽ എന്ത് ചെയ്തു പറയുക, ഒരു ഇത്തിരി എടുത്ത് മാറ്റിയിട്ട് അതിൽ കൂവപ്പൊടി കലക്കി വെച്ചു. അതും കൂടെ നമുക്കിതിൽ ഒഴിക്കാൻ വേണമായിരുന്നു. എനിക്ക് കിട്ടിയ കുറച്ച് നല്ല ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, അരിപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ 3 വിസിൽ വന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിക്സി ജാറിൽ അത് നന്നായിട്ട് അരച്ചെടുത്ത് പിന്നെ ആവശ്യത്തിന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു. ആ ഉണക്കമുന്തിരിയും ഇട്ടിട്ട് പിന്നെ അതിൽ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് നന്നായിട്ട് നമ്മളെ മാവുണ്ടല്ലോ അത് ഇട്ട് ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം അതൊന്ന് വറ്റി വന്നപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വന്നു, നല്ല തിക്കായിപ്പോയി. നല്ല പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിൻ്റെ സമയം എനിക്കത് വേവിക്കേണ്ടി വന്നത്. പിന്നെ ഇതൊക്കെ എല്ലാവരും ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ഉരുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ചേർത്ത് അരച്ച ഇതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സമയം ഒന്ന് വേവാൻ വെച്ചിരുന്നു. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എടുത്തപ്പോൾ നല്ല ഹലുവ രൂപമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്ന രൂപമായിരുന്നു എനിക്ക് കിട്ടിയത്, നമ്മുടെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രൂപമല്ല. അങ്ങനെ പിന്നെ അത് കത്തി കൊണ്ട് കട്ടൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ടിന്നിൽ സൂക്ഷിച്ച് വെച്ചത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. ഈ നമ്മുടെ തെങ്ങും പൂക്കുലേൻ്റെ ആ ചവർപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈത്തപ്പഴവും ചെറിയ ഉള്ളീൻ്റെതൊന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, നല്ലത്.